ഗൈസ് അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ലുലുവിൽ വന്ന കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ക്യാമറ ഇങ്ങനെ നമ്മൾ ഗോപ്രോ, അപ്പം നമ്മളിത് പഴയ ഗോപ്രോ കേട്ടോ. ഇത് ഗോപ്രോ ഹീറോ 8 ആണ്. ഹീറോ 8 നിന്ന് നേരെ ഫാസ്റ്റ് ക്വിക്കായിട്ട് തന്നെ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, അതായത് ഗോപ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനായിട്ടുള്ള ഗോപ്രോ 12 മാറിയിട്ടുണ്ട്. ഇത് നമ്മളെ ഗോപ്രോയുടെ അക്സസറീസ് കിറ്റാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ വഴി അങ്ങോട്ട് കാണിച്ചു തരാം. എന്തായാലും വെച്ചാൽ വരെ നമ്മളെ ഗോപ്രോ പാക്ക് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം ഒരു നേച്ചർ ഫ്രണ്ട്ലി ഒരു പാക്കിങ്ങിൽ ഒരു ഫ്രണ്ട്ലി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ മെൻഷൻ ഗോപ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ പഴയ ഗോപ്രോയിൽ വന്ന പോലെ തന്നെ ബാഗൊന്നും ഇല്ലെന്നാണ് എനിക്ക് റിവ്യൂവിലും അതുപോലെ അൺബോക്സിങ്ങിലും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗോപ്രോ എടുത്ത് മാറിയെന്ന് വെച്ചാൽ ഗോപ്രോ എടുത്ത് നമ്മൾ ചാനലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ് കേട്ടോ. അതായത് നമ്മൾ ഹീറോ 8 നിന്ന് നേരെ ഹീറോ 12 പോകുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ് ഇതിൽ നിന്നും അറൗണ്ട് എത്ര ജനറേഷൻ ബാക്കിലോട്ടാണ് ഹീറോ 8 വരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് പക്കയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റ ക്ലിക്കിൽ തന്നെ സാധനം ഓണാവും. ഇപ്പം ഞെക്കാൻ കേസ് തന്നെ പണിപാളിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്നും ഓണാവത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മേലിൽ കവർ ഇട്ടുകൊണ്ട് സ്വിച്ച് ഒന്ന് അമർത്തിക്കോട്ടെ. ഓ ഗൈസ്, വേറെ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് സ്വിച്ച് ഇത്തിരി പണിയുണ്ട് കേട്ടോ. ബാക്കിയൊന്നുമില്ല, അതുകൊണ്ട് ബാക്കി പക്ക സാധനവും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഹീറോ 8 ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് പക്ക നോക്കിയാൽ. കാരണം അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റാണ് കേട്ടോ. അത്യാവശ്യം കോമ്പാക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യാൻ പൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ ഗോപ്രോയുടെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇത് ഇതെന്താണ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വഴിയേ കാണാം. ഇത് എത്ര രൂപയായെന്നും ഈ ഒരു പാക്കറ്റിന് എത്ര രൂപ ആയിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു തരാം കേസ്. ഒരു കണക്റ്റിൽ കയറി കഴിഞ്ഞാൽ 7,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഗോപ്രോയുടെ മാത്രം. അക്സസറീസ് കിറ്റിന് വേറെയാണ് റേറ്റ് വരുന്നത്. ഇത് ഗോപ്രോ മാത്രം നമുക്ക് ആമസോണിൽ വരുന്നത് അറൗണ്ട് 37,000 രൂപ. അതായത് ഇന്നത്തെ ഒരു ഓഫറിൽ നമുക്ക് 35 രൂപ കിട്ടും കേട്ടോ. ലുലുവിൽ അറൗണ്ട് വന്നിട്ട് 40,000 രൂപ അടുപ്പിച്ച് ഈ ഒരു ക്യാമറയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാക്കേജ്, അതായത് അക്സസറീസ് പാക്കേജിന് എക്സ്ട്രാ പൈസയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആ മേലൊരു ഓപ്പണിങ് വരുന്നുണ്ട്, ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളൊരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വരുന്നത് നമുക്ക് 27 MB ക്യാമറ, ഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5.3K റെസൊല്യൂഷനിലൊക്കെ എടുക്കാൻ പറ്റും. 4K ആണ്, അതുപോലെ 2K ഉണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്, 10 മീറ്റർ ഉണ്ട്. പിന്നെ വോയിസ് കണക്ഷനും പിന്നെ 10x സൂം ഉണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗെയ്സ് മൊത്തം ഹൈ വ്യൂ, അതായത് സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ 1080p ലൈവ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രീമിംഗ് ലൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മോഡ് റിയാലിറ്റിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റി വരുന്നുണ്ട്. നമുക്ക് നേരെ ഇതങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. ഫ്രണ്ടിൽ ഇവിടെയൊക്കെ നോക്കിയാൽ ഗോപ്രോയുടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ക്വിക്കാണ് കേട്ടോ. ക്വിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട. അപ്പോൾ നല്ലൊരു കിഡിലെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ സൗണ്ട് ഒന്ന് നമുക്കിപ്പോൾ നമ്മൾ ഐഫോണൊക്കെ അൺബോക്സ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്, ആ ഒരു മെത്തേഡ് തന്നെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് കത്തിയൊന്നും വേണ്ട, നമുക്ക് തന്നെ നൈസായിട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റും. നമ്മളെ ഗോപ്രോയുടെ പാക്കേജ് വരുന്നത്. പണ്ട് നമുക്കൊരു ബാഗായിരുന്നു വന്നത്, ഇപ്പോൾ ബാഗൊന്നുമില്ല, എല്ലാം മൊത്തത്തിൽ മാറ്റി മറിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇതേപോലത്തെ ഒരു ഗോപ്രോയുടെ ഒരു മാനുവലുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അളവും വാറൻറ്റി രജിസ്റ്റർ ചെയ്യാൻ അളവും അങ്ങനെ കുറേ പേപ്പേഴ്സ് വരുന്നുണ്ട്. ഇത് മാനുവൽ ഗൈഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഗോപ്രോയുടെ 2 സ്റ്റിക്കറും ഒരു സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതും കുറേ മാനുവൽ ഗൈഡ്, പിന്നെ ഗോപ്രോയുടെ ഒരു ബുക്കുണ്ട്. പിന്നെ നമുക്ക് കേബിള്, പിന്നെ 3mm ടാപ്പ്, ബാറ്ററി. ഇത് നമ്മളെ ഗോപ്രോയുടെ കൂടെ വരുന്ന ബാറ്ററി കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളെ ബാറ്ററി വരുന്നത്. ഇനി അടുത്ത നമ്മൾ ക്യാമറ എടുക്കാൻ പോകട്ടോ. അല്ലെങ്കിൽ അടുത്തുണ്ടെന്നുണ്ടോ അവിടെ തന്നെ 2x സൂം ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇതിൻ്റെ വരുന്നത് എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ക്യാമറ ഫ്രണ്ട് ഓപ്പൺ ചെയ്തു. ഞാൻ സെക്കൻഡറി ഡിസ്പ്ലേ ആട്ടോ, അത് ഓപ്പൺ ചെയ്തു. എൻ്റെ പൊന്ന് ഗൈസ്. അപ്പോൾ
ഗോപ്രോ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല കിടിലം വെയിറ്റ് ആണ്. നമ്മളെ ബാറ്ററി ഇൻസർട്ട് ചെയ്യണം. എൻ്റെ പൊന്ന് കേസ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലം ക്വാളിറ്റിയാണ്. നമ്മളെ ഹീറോ 8 വെച്ച് നോക്കുന്നത് അതിപ്പോൾ ബൂട്ടപ്പ് ആവേണം കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് സെലക്ട് ചെയ്യാം. എഗ്രീൻ. വോയിസ് വേണ്ട, നോ. കാരണം വോയിസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മെമ്മറി കാർഡ് ഇടണമെന്നാണ് പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് അറൗണ്ട് 20 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മെമ്മറി കാർഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വോയിസ് എസ്, കൺഫേം, ഇംഗ്ലീഷ് കൊടുക്കുക. അതായത് വോയിസ് മെമ്മറി കാർഡില്ലാതെ നമുക്ക് ബൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ 12 ബ്ലാക്ക് എന്ന് എഴുതി മെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത മെമ്മറി കാർഡ് ഇടാൻ പോകട്ടോ. മെമ്മറി കാർഡ് നേരെ ഇൻസർട്ട് ചെയ്യാൻ പോകും ഗൈസ്. അപ്പോൾ അടുത്ത നമ്മളെ ഈ ഒരു കൂടെ വന്നിട്ടുള്ള പാക്കേജ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ് കേട്ടോ. ഞാൻ ബാഗ് ഈ ഒരു പാക്കേജ് എക്സ്ട്രാ മേടിച്ച് കേട്ടോ. ഇതിൻ്റെ കൂടെ അതിന് നമുക്ക് ഇത്രത്തോളം സെൽഫി സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ വ്ളോഗിങ്ങിന് വേണ്ടിയുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നോക്കിയാണ് ഇത് ഞാൻ എക്സ്ട്രാ മേടിച്ച വ്ളോഗിങ് അക്സസറീസാണ്. ഇതിൽ തന്നെ നമുക്ക് അറൗണ്ട് ഇത്രത്തോളം ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇത്ര അഡ്ജസ്റ്റബിളാണ് കേട്ടോ. ഇത് അടുത്തൊരു ട്രൈപോഡാണ് കേട്ടോ. ഇതും നമുക്ക് അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതും നമുക്കിങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതേപോലെ എവിടെയെങ്കിലൊക്കെ ഇതേപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഗോപ്രോ ആങ്കർ ചെയ്യാൻ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം ഇത് ഫ്ലെക്സിബിളായിട്ട് വരും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറയാം വാട്ടർ ഗിംബൽ എന്നൊക്കെ പറയാൻ പറ്റും. വെള്ളത്തിൻ്റെ മേൽ പൊങ്ങി കിടക്കും. ഈ അടുത്തതായിട്ട് നമ്മളെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോകും. ഇതിൻ്റെ അകത്താണ് നമ്മളെ പിന്നെ അക്സറീസ് വരുന്നത്. ഒന്ന് മൊബൈൽ ചാർജർ, പിന്നെ നമ്മളെ ഈ ഒരു അക്സറീസ് മേടിച്ച ബ്രാൻഡിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട്, പിന്നെ വാട്ടർ പ്രൂഫ് കേസ്. ഇത് നമ്മളെ ചെസ്റ്റല്ല, നമുക്ക് ഹെഡ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ബെൽറ്റാണ്. ഇവിടെ നമുക്കൊരു ഗോപ്രോ ഇട്ട് വയ്ക്കാനുള്ള ഒരു ഇതുണ്ട്, വാട്ടർ പ്രൂഫ് കേസ് എന്നൊക്കെ പറയാം. ഇത് ചെസ്റ്റ് മൗണ്ട്, ചെസ്റ്റിൽ വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ചെസ്റ്റിൽ വയ്ക്കുന്ന ഇത്. പിന്നെ നമുക്ക് ഗോപ്രോയുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ 3mm ടേപ്പാണ് കേട്ടോ. കുറേ ഐറ്റംസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. കുറേ ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് നമ്മളെ 3mm ടേപ്പും അതുപോലെ ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മളെ വെറൈറ്റി ഒരു ഐറ്റം. എന്തോ അല്ലേ, ഇത് നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യാൻ കേട്ടോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണം, ഇപ്പോൾ വലിയ വ്ളോഗിങ്ങൊക്കെ ചെയ്യാൻ നടത്തുന്നത് നമുക്ക് ഒറ്റ ബാറ്ററി കൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. ഒറ്റ ബാറ്ററിയിൽ നമുക്ക് ചാർജിങ് പക്കയാവണമെന്നില്ല. ഇത് നമ്മളൊരു ചാർജിങ് കേസാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് തുറന്നതിന് അറൗണ്ട് ഒരു സമയത്ത് 3 ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് ഡോക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വരാൻ നേരത്ത് നമ്മളെ ടെമ്പർ ഗ്ലാസ്, നമുക്ക് ഗോപ്രോയിൽ ഒട്ടിക്കാനുള്ള ടെമ്പർ ഗ്ലാസ്, നമ്മളെ ബാറ്ററി എക്സ്ട്രാ ബാറ്ററി വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇത് 11ൻ്റെ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. കാരണം 11നും 12നും സെയിം ബാറ്ററി തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, കാരണം എന്താ നമുക്കിത് ഇൻസർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഗോപ്രോ അറൗണ്ട് ഈ 12 ബ്ലാക്കിന് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വീണ്ടും ബൂട്ടപ്പ് ചെയ്യണം. എഗ്രീൻ കൊടുത്ത ശേഷം നമുക്ക് വോയിസ് കമാൻഡ് വേണോ ചെയ്യുന്നുണ്ട്. വോയിസ് കമാൻഡ് വേണ്ട, നമുക്കിതിൽ ക്വിക്ക് ആപ്ലിക്കേഷൻ വെച്ച് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യണം ഇനി അടുത്ത. പിന്നെ വാട്ടർ പ്രൂഫ് കേസ് ഉണ്ട്. പിന്നെ നമുക്കിതെല്ലാം നമ്മളെ ഗോപ്രോ മൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെൽമെറ്റിൻ്റെ അകത്ത് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ മൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് നമുക്ക് എന്തായാലും നമ്മളിവിടെ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റ് സേഫാക്കി വെക്കണം കേട്ടോ. ഇത്രയാണ് നമ്മളിപ്പോൾ ഈ മേടിച്ച എക്സ്ട്രാ കിറ്റിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരെ ബാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഗോപ്രോ ഫുള്ള് ബൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാണാം, ഇത് ഗോപ്രോ ഹീറോ 8 ആണ്. ഹീറോ 8ഉം ഹീറോ 12ഉം ആയിട്ടുള്ള ഡിഫറൻസ് നോക്കിയാൽ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേയുടെ ഭാഗത്തായാലും ഡിസ്പ്ലേ സൈസ് നോക്കിയാലും മൊത്തത്തിൽ നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. നോക്കിയാൽ കാണാം, ഇതിലിപ്പോൾ മെമ്മറി കാർഡില്ല, ഞാൻ ഊരിയെടുത്ത് പുതിയതിലിട്ട് നോക്കിയാൽ കാണാം.
ഡിസ്പ്ലേ ഒക്കെ അന്യായ സൈസാണ് കേട്ടോ. ഡിസ്പ്ലേ സൈസും അതുപോലെ ഗൈസ് ഓണാക്കിയാണ് ജസ്റ്റ് ഒന്ന് ായിട്ട് വൈഡും ഉണ്ട്. അതുപോലെ നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയാൻ വയ്യ കേട്ടോ. എനിക്ക് തോന്നുന്നു അത് വലിയ മാറ്റില്ല. ഇതിപ്പം സൂപ്പർ വൈഡിലോട്ട് മാറ്റാൻ കേട്ടോ. നമുക്ക് ഇപ്പോൾ ഹൈ ക്വാളിറ്റി വൈഡിലോട്ട് മാറി. പിന്നെ 1x അങ്ങനെ സൂമിങ് ക്വാളിറ്റി ഉണ്ട്, സൂപ്പർ സ്ലോമോ ഉണ്ട്, അങ്ങനെ എന്തൊക്കെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്തായാലും തുടർന്ന് നമുക്ക് അങ്ങോട്ട് വേണ്ട 8x സൂം, സൂപ്പർ സ്ലോ മോഷൻ അല്ലേ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ നമുക്ക് തുടർന്നുള്ള വ്ളോഗിൽ നോക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് വ്ളോഗ് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മളെ ഈ ഒരു ഗോപ്രോയുടെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളെ ഹീറോ 8 എന്തായാലും നമ്മൾ സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പറയാം. ഹീറോ 8നായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലെൻസും നമുക്ക് ചേഞ്ച് ചെയ്യാക്കില്ല. പക്ഷേ ഹീറോ 12 നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഹീറോ 8 ശേഷം പിന്നെയുള്ള സെഗ്മെൻറ്റിലൊന്നും ഹീറോ 9 പോലും നമുക്ക് എല്ലാത്തിലും ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ റൈഡിങ് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ. ഇപ്പോൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ വണ്ടി എവിടെയും നോക്കാം. വണ്ടി ഇവിടെ എവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയാൻ മേല. എന്തായാലും നമുക്ക് നേരെ ഇനി നമ്മളെ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിൽ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ഇവിടെ എവിടെയാണ് തട്ടിയിട്ട് എവിടെയാണ് ഗൈസ് നമ്മൾ വണ്ടി കൊണ്ടിട്ട് ഇവിടെ നിന്ന് നേരെ ഉറപ്പിച്ചു. ഇതോടങ്ങനെ അപ്പം നമ്മളെ വണ്ടി ഇതോ കിടക്കുന്നു. ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടി ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ചാവി, എൻ്റെ ഫോൺ ഓഫായിട്ടാ, എക്സ്റ്റൻഡ് ഓഫായി. ചാർജ് ഹെവി യൂസിങ് ആണ് കേട്ടോ. ഹെവി യൂസിങ് ആയതുകൊണ്ട് ഓരോ തരത്തിലും ചാർജ് ബാക്കപ്പ് നല്ല രീതിയിൽ കുറവാണ് കേട്ടോ. വണ്ടിക്കകത്ത് കയറിയിട്ട് എൻ്റെ പൊന്നെ ഫോണാണ് തറയിൽ പോയാൽ തീർന്നു. യെസ് അൺബോക്സിങ്. ഫോൺ തട്ടി ഗൈസ്. വണ്ടിക്കകത്ത് കയറി.